അതുപോലെ തന്നെ ആഗോള വിപണികളിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ യുഎസ് വിപണിയിൽ വെള്ളിയാഴ്ചയും നല്ലൊരു ക്ലോസിംഗ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഡൗ ജോൺസ് സൂചിക 0.15% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ S&P 500 വളരെ ഫ്ലാറ്റ് ആയിട്ട് 0.01% ഒരു നേട്ടം ഇടിവിൽ ആണ് ഇപ്പോൾ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ 0.35% നേട്ടം രേഖപ്പെടുത്തി 14,813.92 എന്നൊരു റേഞ്ചിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് നാസ്ഡാക്ക് സൂചികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 14,800 എന്നൊരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ നാസ്ഡാക്കിനും 37,300 എന്നൊരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ഡൗ ജോൺസിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രത്യേകിച്ചും ഇന്നിപ്പോൾ അവരുടെ പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സുകളൊക്കെ വരാനിരിക്കുകയാണ്. ഇൻഫ്ലേഷനെ സംബന്ധിച്ച് കൂടുതലൊരു ഔട്ട്ലുക്ക് ലഭിക്കുകയും കൂടെ ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണിയെ സംബന്ധിച്ചുള്ള സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ അനില, ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇതിലാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 26 ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ വാല്യൂ വെറും 32,300 പോയിന്റിന്റെ അടുത്തായിരുന്നു. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്ന സമയത്ത് 37,300. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6 ആഴ്ച സമയത്ത് നമുക്ക് 5,000 പോയിന്റിന്റെ നേട്ടം നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. നാച്ചുറലി വാല്യുവേഷൻസ് വളരെ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. സോ ഇതിനെ തുടർന്ന് വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ബുക്കിംഗ്. അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് 1000 മുതൽ 1,500 പോയിന്റിന്റെ കറക്ഷൻ ഡൗ ജോൺസ് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു 1,500 പോയിന്റ് കറക്ഷൻ നടന്നാൽ പോലും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ട്രെൻഡിൽ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. സോ ഈ ഒരു സമയത്ത് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കുന്നത് വളരെ റിസ്കി ആയിരിക്കും. കാര്യം ലോ റിസ്ക് ആയിട്ട് കാര്യമായിട്ട് ഒരു എൻട്രി അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വീണ്ടും നാസ്ഡാക്ക് ഇൻഡെക്സിന് 16,000 പോയിന്റ് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇൻഫാക്ട് 16,623 പോയിന്റിലായിരുന്നു ക്ലോസ് ചെയ്തത്. അഗെയിൻ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്കൊരു കറക്ഷന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറക്ഷൻ നടക്കുന്ന സമയത്ത് 600-700 പോയിന്റിന്റെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കമോഡിറ്റി വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആഴ്ചകൾക്ക് ശേഷം ഒരു വീക്ക്ലി ഗെയിൻ നടത്താനായിട്ട് ക്രൂഡിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും റെഡ് സീ അറ്റാക്കിനെയൊക്കെ തുടർന്ന് വീണ്ടും ഒരു സപ്ലൈ ചിലപ്പം ഒരു കുറവ് വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ WTI ക്രൂഡ് നിലവിൽ വ്യാപാരം ചെയ്യുന്നത് ബാരലിന് 72.05 എന്ന നിലവാരത്തിൽ 0.38% നേട്ടത്തോടു കൂടിയാണ്. ബ്രെൻഡിലേക്ക് വരുമ്പോൾ 0.38% നേട്ടത്തോടു കൂടി ബാരലിന് 76.85 എന്നൊരു നിലവാരത്തിലുമാണ്. ക്രൂഡിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നേരത്തെ നമ്മൾ സാർ തന്നെ പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിയറിഷ് ട്രെൻഡ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ഒരു വീക്ക്ലി ഗെയിൻസിന്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ ഷോർട്ട് ടേമിലെങ്കിലും ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അനില പറഞ്ഞത് വളരെ ശരിയാ. ട്രെൻഡ് വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഈ ഒരു ബെയറിഷ് ട്രെൻഡ് തിരിച്ച് ബുള്ളിഷ്നെസ്സിലോട്ട് വരാനുള്ള പ്രോബബിലിറ്റി വളരെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. കാര്യം എന്തെന്നാൽ ക്രൂഡിന്റെ കേസിൽ $80 വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അൺലെസ് ആൻഡ് അൺടിൽ ഈ $80 ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ആ ഒരു ബുള്ളിഷ്നെസ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. സോ ഇന്നോ നാളെയോ ഈ ആഴ്ച ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് എടുക്കാനായിട്ടായിരിക്കണം നമ്മൾ പ്രിപ്പയർഡ് ആവേണ്ടത്. ഇന്നോ നാളെയോ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാനുള്ള അവസരം കാണുന്നില്ല. ലെറ്റ് us see how the crude oil behaves ഈ അടുത്ത 2-3 സെഷൻസിൽ. അതിനുശേഷം ഒരു തീരുമാനത്തിലോട്ട് വരാം. ഓക്കെ സർ, ഗോൾഡിലേക്ക് വരികയാണെങ്കിലും ഗോൾഡ് നിലവിലും ഇപ്പോൾ ഒരു നേരിയ നേട്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. വളരെ 0.07% വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ്. എങ്കിൽ പോലും 2037.05 എന്നൊരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഗോൾഡിന് സാധിക്കുന്നു. 2000 മേലെ നിലനിൽക്കാനായിട്ട് ഗോൾഡിന് സാധിക്കുന്നുണ്ട്. ഗോൾഡിനെ സംബന്ധിച്ചാണ് ഒരു ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഔട്ട്ലുക്ക് എന്താണ്? So long term and short term trend continues to be bullish. നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. $1,980 സപ്പോർട്ട് ഗോൾഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സോ വി ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ നൗ. ഡോളറിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഡോളറിൽ നമുക്ക് ശക്തമായിട്ടൊരു ബിയറിഷ് മൊമെന്റം തന്നെയാണ്. 101 എന്നൊരു നിലവാരത്തിലേക്ക് വരെ ഡോളർ എത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും
ഡോളറിൽ 0.05% വളരെ നേരിയ നെഗറ്റീവ് ടു ഫ്ലാറ്റ് ഒരു നിലവാരത്തിൽ 102.13 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഡോളറിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഡോളറിന്റെ കാഴ്ചപ്പാട് വളരെ ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഡോളർ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ 107.2 ലെവലിലായിരുന്നു ഡോളർ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ച വലിയൊരു കനത്ത സെല്ലിങ്ങിന് ശേഷം വെള്ളിയാഴ്ച ഒരു അല്പം ഷോർട്ട് കവറിങ് കാണാൻ സാധിച്ചു. ബട്ട് ഡോളർ ഇൻഡെക്സിന്റെ കേസിൽ 101.50 ഈ ഒരു ലെവലായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോളറിന്റെ അടുത്തൊരു മേജർ ടാർഗറ്റ് 100 പോയിന്റ് ആയിരിക്കും. അതായത് 1.5 പോയിന്റിന്റെ ഇടിവും കൂടെ നമുക്ക് ഡോളർ ഇൻഡെക്സിന്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച എന്ന് വെച്ചാൽ വളരെ ഒരു 3 വർഷത്തിനിടയിൽ ഏറ്റവും മികച്ച ഒരു വീക്ക്ലി ഗെയിൻ നൽകിയ ഒരു വാരമായിരുന്നു ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. റെക്കോർഡ് നിലവാരമായിട്ടുള്ള 21,446.65 എന്നൊരു നിലവാരത്തിൽ 1.29% നേട്ടത്തിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇൻട്രാഡേ ഹൈ ആൻഡ് ലോയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും 21,000 എന്നൊരു റേഞ്ച് നിലനിർത്താനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഇൻട്രാഡേ ഹൈ ആയിട്ട് രേഖപ്പെടുത്തി 21,492.3 എന്നൊരു നിലവാരവും, ഇൻട്രാഡേ ലോയിലേക്ക് വരികയാണെങ്കിൽ 21,235.3 എന്നൊരു നിലവാരവുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 21,000 എന്നൊരു റേഞ്ച് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒരു റെക്കോർഡ് ഹൈയിലേക്ക് നമുക്ക് കാണാൻ സാധിച്ചത്. തുടക്കത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ നേരിയൊരു സൂചനകളൊക്കെ നൽകിയെങ്കിൽ പോലും വീണ്ടും വിപണിയിൽ വലിയൊരു കുതിപ്പ് തന്നെയായിരുന്നു വെള്ളിയാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായത്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? വീണ്ടും ഒരു ബുള്ളിഷ് റാലി തന്നെ ആയിരിക്കുമോ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? നിഫ്റ്റി 50യുടെ അണ്ടർടോൺ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഞാൻ നേരത്തെ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സെയിം വ്യൂ. അതായത് ഒക്ടോബർ 26 ബോട്ടമിംഗ് ഔട്ട് നടന്ന 18,300 പോയിന്റിന്റെ അടുത്തായിരുന്നു. ആൻഡ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിക്കുമ്പോഴേക്കും മോർ ദാൻ 21,400 ലെവലിലായിരുന്നു ട്രേഡിംഗ് അവസാനിച്ചത്. നൗ വാല്യുവേഷൻസ് ഈവൺ ഇൻ നിഫ്റ്റി 50 അല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയി വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നിഫ്റ്റി 50-ലെ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് പുതിയ ലോ റിസ്ക് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 3 ലെവൽസ്, ആദ്യത്തെ 21,600, അതിനെ തുടർന്ന് 21,700, അതിനെ തുടർന്ന് അവസാനമായിട്ട് 22,000 പോയിന്റ്. ഈ 3 പോയിന്റ് ആയിരിക്കണം നമ്മൾ ടാർഗറ്റ് സോൺസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നിഫ്റ്റിയുടെ ഈ ഒരു വലിയൊരു ബുള്ളിഷ് റാലിക്ക് വെള്ളിയാഴ്ച ഏറ്റവും അധികം, വെള്ളി മാത്രമല്ല വ്യാഴാഴ്ചത്തെ സെഷനിലും ഏറ്റവും അധികം സപ്പോർട്ട് നൽകിയ സൂചികളിൽ ഒന്നെന്ന് പറഞ്ഞാൽ നിഫ്റ്റി IT തന്നെയായിരുന്നു. കമ്പാരിറ്റീവ്ലി മറ്റ് ബ്രോഡ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ചിട്ട് കഴിഞ്ഞ ഒരു വർഷം ഒരു അണ്ടർ പെർഫോമർ ആയിട്ട് തുടർന്ന ഒരു സൂചികയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച വളരെ വലിയൊരു മുന്നേറ്റം, ഏകദേശം ഒരു 7% അടുത്ത് വരെ രേഖപ്പെടുത്താനും പുതിയൊരു 52 ഹൈ ക്രിയേറ്റ് ചെയ്യാനുമായിട്ട് നിഫ്റ്റി ITക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഡോവിഡ് സ്റ്റാൻസ് വന്നതിനെ തുടർന്ന് അതിൻ്റെ ഒരു മൊമെന്റം തന്നെയാണ് നിഫ്റ്റി IT സൂചികളിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ITയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴാഴ്ച മിഡ് ക്യാപ് സ്പേസുകളുടെ ഓഹരികളാണ് ഒരു വലിയ പെർഫോമൻസ് നടത്തിയത് എങ്കിൽ വെള്ളിയാഴ്ചയിൽ എത്തിയപ്പോൾ മെഗാ ക്യാപ് കമ്പനി TCS, ഇൻഫോസിസ്, HCL ടെക് തുടങ്ങിയ കമ്പനികളിലെല്ലാം വലിയ മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. നിഫ്റ്റി ITയെ സംബന്ധിച്ച് സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഈ ഒരു സൂചികൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ടത്? സോ നിഫ്റ്റി ITയുടെ കേസിലും അഗെയിൻ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എങ്കിൽ പോലും അഗെയിൻ ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈയിങ് അവസരങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. സോ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഗോട്ട് ടു ബി വെരി കെയർഫുൾ. IT ഇൻഡെക്സിന്റെ കേസിൽ അടുത്ത 2 മേജർ ടാർഗറ്റ്സ്, ആദ്യത്തെ 36,300 പോയിന്റ്, ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് അതിനുശേഷം മേജർ ടാർഗറ്റ് 37,000 പോയിന്റിലാണ് കാണുന്നത്. സർ, അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി PSU ബാങ്ക് സൂചികയാണ്. ഒരുപക്ഷെ ബാങ്കിങ് മേഖലയിൽ ഏറ്റവും
ഏറ്റവും അധികം നേട്ടം നൽകിയ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും ഏറ്റവും അധികം നേട്ടം നൽകിയ ഒരു സൂചികയാണ് നിഫ്റ്റി PSU ബാങ്ക് സൂചിക എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും 2.39% നേട്ടത്തിൽ 5762.6 എന്നൊരു റേഞ്ചിലാണ്. നിഫ്റ്റി PSU ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഈ ഒരു സൂചികയിൽ വാച്ച് ചെയ്യേണ്ടത്? Nifty PSU Bank Index is closed at an all-time high. ആൻഡ് അതിന്റെ ഒരു പ്രധാന കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമ്മൾ നല്ല ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കാണാൻ സാധിച്ചു. ഇൻഫാക്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈയിലായിരുന്നു ക്ലോസ് ചെയ്തത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ഇറ്റ് ഹസ് ക്ലോസ്ഡ് ജസ്റ്റ് അണ്ടർ 650 രൂപയ്ക്ക് അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിൽ നിന്നും SBIയുടെ കേസിൽ നമുക്കൊരു 15 രൂപയുടെ നേട്ടം കൂടെ എക്സ്പെക്ട് ചെയ്യാം. അത് എത്തുമ്പോഴേക്കും വാട്ട് വി ഷുഡ് ബി എക്സ്പെക്ടിങ് ഇസ് PSU ബാങ്ക് ഇൻഡെക്സിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്ന സമയത്ത് അറൌണ്ട് 5760, 5780 ഈ ഒരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഈ ലെവലിൽ നിന്നും ഒരു 200-300 പോയിന്റിന്റെ നേട്ടം കൂടെ നമുക്ക് PSU ബാങ്ക് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. PSU ബാങ്ക് ഇൻഡെക്സ്, അതായത് PSU ബാങ്ക്സിൽ നമ്മൾ ലോങ് പൊസിഷൻ ഷോർട്ട് ടേമിന് വേണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ വാല്യൂ സ്റ്റോക്സിൽ ശ്രദ്ധ കൊടുക്കാമെന്ന്. ദാറ്റ് ഈസ് യൂക്കോ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് മുതലായ സ്റ്റോക്സിലായിരിക്കാം നമ്മൾ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്. ബട്ട് കീപ് ഇൻ മൈൻഡ്, എല്ലാ സ്റ്റോക്സിലും വാല്യുവേഷൻ അല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയി വന്നുകൊണ്ടിരിക്കുന്നു. സോ ഏത് നിമിഷവും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ വേണ്ടി വി ഷുഡ് ബി പ്രിപ്പയർഡ്. സർ, PSU ബാങ്കിൽ തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചാബ് ആൻഡ് നാഷണൽ സിന്ധ് ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2.77% നേട്ടത്തിൽ 46.4 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും അധികം നേട്ടം നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 52 വീക്ക് ഹൈയിലേക്ക് എത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടില്ല. ഓഹരി 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത് സെപ്റ്റംബർ 18 ഈ ഒരു സാഹചര്യത്തിൽ PSBയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? സ്റ്റാർട്ടിംഗ് വിത്ത് ഡിസ്ക്ലോഷർ, എനിക്ക് PSBയിൽ ഒരു സിഗ്നിഫിക്കന്റ് ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ ഔട്ട്ലുക്ക് ഇസ് ബിക്കമിങ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. സോ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ കണ്ടിരുന്ന ഏറ്റവും ഹയസ്റ്റ് ലെവൽ 53 രൂപ 55 പൈസയായിരുന്നു. ആ ഒരു ലെവലിലോട്ട് തന്നെ എത്തിച്ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, ഏതായാലും പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാനൊരു സമയമായിട്ടുണ്ട്. ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് NBCC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഓഹരി ഒരു പുതിയ 52 വീക്ക് ഹൈ ആയിട്ടുള്ള 85.9 എന്നൊരു റേഞ്ച് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു നേരിയ ഇടിവിൽ 82.05 എന്നൊരു റേഞ്ചിൽ 0.55% ഇടിവോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. NBCC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ വ്യൂ എന്താണ്? പ്രധാനമായിട്ടും ഈ ഒരു ഓഹരിയിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കേസിൽ സ്റ്റോക്ക് വെള്ളിയാഴ്ച ഒരു ഓൾ ടൈം ഹൈലോട്ടായിരുന്നു എത്തിയത്. ആൻഡ് അതിനെ തുടർന്ന് വി ഹാവ് സീൻ പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മുടെ കൈവശം NBCC ഷെയർസ് ഉണ്ടെങ്കിൽ ഇതൊരു നല്ല ലെവല് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. പുതിയ എൻട്രി ലെവൽ ഇപ്പോൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മേജർ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 77 രൂപയായിരിക്കും. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ വ്യൂ ആണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഒരു പുതിയ 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെയിലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 113.35 എന്നൊരു നിലവാരം ടച്ച് ചെയ്തതിനു ശേഷം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.36% നേട്ടത്തിൽ 111.35 എന്നൊരു റേഞ്ചിലാണ്. സെയിലുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒക്ടോബർ മാസത്തിൽ നിഫ്റ്റി ബോട്ടം ഔട്ട് ചെയ്ത അതേ സമയത്തായിരുന്നു നമുക്ക് ബോട്ടം കാണാൻ സാധിച്ചത് 81 രൂപ 80 പൈസ. ആൻഡ് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് അവസാനിക്കുമ്പോൾ 113 രൂപ 35 പൈസ വരെ ഈ സ്റ്റോക്ക് എത്തിയിരുന്നു. സ്റ്റോക്കിന്റെ വാല്യുവേഷൻ വളരെ ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ കൈവശം ഷെയർസ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഈ സ്റ്റോക്ക് കറക്ഷൻ നടക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 8 മുതൽ 10% കറക്ഷന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം.
സർ, മറ്റൊരു പ്രശ്നം ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ വ്യൂ ആണ്. വെള്ളിയാഴ്ച വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് ഓഹരിയിൽ കാണാൻ സാധിച്ചത്. 3.12% നേട്ടത്തിൽ 123.85 എന്നൊരു റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പുതിയൊരു 50 ഹൈ ആയിട്ടുള്ള 124.95 എന്നൊരു റേഞ്ച് ടച്ച് ചെയ്യാനും ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് പുതിയൊരു 50 ഹൈക്ക് വളരെ അടുത്ത് തന്നെയാണ് ക്ലോസിംഗും നടന്നിരിക്കുന്നത്. IOCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ്. നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് 2 ലെവൽസ്. ആദ്യത്തെ 128 രൂപ, അതിനെ തുടർന്ന് 132 രൂപ. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, മറ്റൊരു പ്രേക്ഷകൻ IRFCയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം വളരെ മികച്ച ഒരു മുന്നേറ്റം തന്നെയായിരുന്നു ഓഹരി നടത്തിയിട്ടുണ്ട്. ഇൻട്രാഡേയിൽ വളരെയധികം നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. പുതിയൊരു 50 ഹൈ ആയിട്ടുള്ള 100.8 എന്നൊരു റേഞ്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2.48% നേട്ടത്തോടു കൂടി 94.95 രൂപ എന്നൊരു റേഞ്ചിലാണ്. ഈ ഒരു IRFCയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം വ്യൂ എന്താണ്? So again, starting with a disclosure, എന്റെ കൈവശം ലോങ് പൊസിഷൻസ് IRFCയിലുണ്ട്. ആൻഡ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം വി സോ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മളൊരു വളരെ ലോങ് ടേം ഇൻവെസ്റ്റർ ഈ ഒരു വോളറ്റിലിറ്റിക്ക് തയ്യാറാണെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് നമ്മളൊരു ഷോർട്ട് ടേമിൽ ഇഫ് വി വോണ്ട് ടു ട്രേഡ്, നമ്മൾ ഈ കറന്റ് ലെവൽസിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റോക്കിൽ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കൊരു 5 മുതൽ 8 രൂപയുടെ കറക്ഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വണ്ടർല ഹോളിഡേയ്സുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചെങ്കിൽ 0.68% ഇടിവിൽ 848 രൂപ എന്നൊരു റേഞ്ചിലാണ്. 50 ഹൈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡിസംബർ 4 995 രൂപ എന്നൊരു റേഞ്ചിലുമാണ്. വണ്ടർലയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? വണ്ടർല നവംബർ മാസത്തിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 995 രൂപ വരെ എത്തിയതിനു ശേഷം വി ഹാവ് സീൻ പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് സ്റ്റോക്കിന്റെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. സോ കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസബിൾ അല്ല. ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ആൻഡ് ഇഫ് വി ആർ ഏബിൾ ടു ടേക്ക് ക്ലോസ് ആ പൊസിഷൻസ് 920-25 ആ റേഞ്ചിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ടേക്ക് യുവർ മണി ഓഫ്. നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവല് 820. 820 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ക്ലോസ് ഓൾ യുവർ ലോങ് പൊസിഷൻ. കാര്യം സ്റ്റോക്കിലെ കനത്ത സെല്ലിങ്ങിന് ചാൻസസ് കാണുന്നുണ്ട്. സർ, മറ്റൊരു പ്രേക്ഷകൻ അദാനി ടോട്ടൽ ഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മുന്നത്തെ ആഴ്ചയിൽ വളരെ വലിയൊരു നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയായിരുന്നു അദാനി ടോട്ടൽ ഗ്യാസ്. നിലവിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.64% ഇടിവിൽ 1044.85 എന്നൊരു റേഞ്ചിലാണ്. അദാനി ടോട്ടൽ ഗ്യാസിന്റെ ഓഹരികളെ പറ്റിയുള്ള സാറിന്റെ വ്യൂ എന്താണ്? ബുള്ളിഷ്. സോ നിഫ്റ്റി 50 എന്റെ കാഴ്ചപ്പാട് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും പല അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50 കഴിഞ്ഞ ആഴ്ചയൊക്കെ മുന്നേറുന്ന സമയത്ത് നമുക്ക് അദാനി സ്റ്റോക്സിലൊക്കെ ഓൾറെഡി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. സോ അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ നമ്മൾ എസ്പെഷ്യലി ഇത് ഓർക്കേണ്ടത് ദിസ് വിൽ ബി എ പ്യുവർ ഷോർട്ട് ടേം ട്രേഡിംഗ് വ്യൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാനി സ്റ്റോക്സിലെ ഹൈ വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അഡാനി ടോട്ടൽ ഗ്യാസിന് ഇന്ന് 1090 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും നമുക്കൊരു 250 മുതൽ 400 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അഡാനി ടോട്ടൽ ഗ്യാസിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് വി വിൽ ഓൾസോ ടേക്ക് എ വ്യൂ അറ്റ് അഡാനി എന്റർപ്രൈസസ്. നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ടായിരുന്നു ആൻഡ് വെള്ളിയാഴ്ച ശക്തമായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ഈ ലെവലിൽ നിന്നും ഒരു 3200-3300 ലെവൽ വരെ അദാനി എന്റർപ്രൈസസിന് നമുക്ക് നേട്ടം നൽകാൻ ചാൻസസ് കാണുന്നുണ്ട്. സർ,
മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരിയിൽ കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ച് വളരെ മികച്ച ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് തന്നെയായിരുന്നു 5.29% നേട്ടത്തിൽ 38 രൂപ എന്നൊരു റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പുതിയൊരു 50 ഹൈ ആയിട്ടുള്ള റേഞ്ചും 38 തന്നെയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഓഹരി എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? അനില, ഏത് സ്റ്റോക്കാന്ന് ഒരിക്കൽ കൂടെ പറയാമോ? സർ, നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്സ്, ITBs എന്നാണ് ഷോർട്ട് ഫോം. അൺഫോർച്ചുനേറ്റ്ലി എന്റെ കൈവശം അതിന്റെ ഒരു ഡേറ്റ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമ്മളിപ്പോ IT ഇൻഡെക്സ് ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ 37,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ലോങ് ടേമിന് വേണ്ടി കരുതേണ്ടത്. സോ നാച്ചുറലി നിപ്പോൺ ഇന്ത്യ ITBs വന്നിട്ട് it will naturally be reflecting the Nifty IT index. So ഒരു വീക്ക്നെസ്സും ഈ ETF വരാൻ ചാൻസസ് ഇല്ല. നമ്മൾ നിഫ്റ്റി IT ഇൻഡെക്സ് മുകളിലോട്ട് പോകും തോറും we can continue to maintain this, but ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നു.